ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 37. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രവാദ്. ഹരി ഓം. ഹരി ഓം. 218 നാമം. അഗ്രണീഹി. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർക്ക് അവരെ അഗ്രസ്ഥാനത്തേക്ക്, അതായത് ശ്രേഷ്ഠമായ തൻ്റെ ആ പരമമായ ധാമത്തിലേക്ക് നയിക്കുന്നു എന്നതിനാൽ ഭഗവാൻ അഗ്രണീഹി, തന്നെ ഭജിക്കുന്നവർക്ക് ആ പരമാത്മ പദത്തെ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അഗ്രണീഹി. 219 നാമം. ഗ്രാമണീഹി. ഗ്രാമം എന്നാൽ കൂട്ടം, ഭൂതഗ്രാമം. ഭൂതം സർവ്വജീവജാലങ്ങളും എല്ലാ ജീവസമൂഹത്തിൻ്റെയും നേതാവാണ് ഭഗവാൻ എന്നതിനാൽ അവരെ നയിക്കുന്നു, എല്ലാ ഭൂതഗ്രാമത്തെയും നയിക്കുന്നു എന്നതിനാൽ ഗ്രാമണീഹി. 220 നാമം. ശ്രീമാൻ. എല്ലാ സുന്ദര വസ്തുക്കളെയും അതിശയിക്കുന്ന അത്രയും ശ്രീയുള്ളവൻ, കാന്തിയുള്ളവൻ, തേജസ്സുള്ളവൻ എന്ന അർത്ഥം. 221 നാമം. ന്യായഃ. എല്ലാ ശാസ്ത്രങ്ങളിലും എന്തൊക്കെയാണോ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ സത്യമാക്കി തീർക്കുന്നവൻ, അതൊക്കെ യുക്തിയുക്തം നമുക്ക് പരിശീലിച്ചാൽ, നമ്മളത് പരീക്ഷിച്ചാൽ അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, കർമ്മയോഗം, ദ്വിദീക്ഷ, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചു നോക്കൂ, എന്നാൽ നമുക്ക് ബോധ്യമാകും ഭഗവാൻ പറഞ്ഞതൊക്കെ വളരെ സത്യമാണെന്ന്, ഇത് നമുക്ക് സാധ്യമാണെന്ന് മനസ്സിലാകും. ഭഗവാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ പറയുന്നതിനൊക്കെ ഒരു ന്യായമുള്ളവൻ, അതാണ് ന്യായഃ. 222 നാമം. നേതാ. എല്ലാവരെയും നയിച്ചു കൊണ്ടുപോകുന്നവൻ. ഈ ലോകത്ത് ജീവിച്ച് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവനോപാധി വേണം. അപ്പോൾ സ്വാഭാവികമായി പലരും പല രീതിയിലാണ് ജീവനോപാധി കണ്ടെത്തുന്നത്. പഠിച്ച് ജോലി നേടുന്നവരുണ്ട്. അങ്ങനെയല്ലാതെ പലതരത്തിലുള്ള വ്യാപാരം, പല രീതിയിലുള്ള ആളുകൾ വ്യാപാരത്തിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരോട് എന്ത് ചെയ്യണമെന്ന് ഭഗവാനാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ അവരുടെ ഒരു നേതാവായിട്ട് ആര് എന്തൊക്കെ ചെയ്യണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് താൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും നയിച്ചു കൊണ്ടുപോകുന്നവൻ എന്ന അർത്ഥത്തിൽ നേതാ. 223 നാമം. സമീരണഃ. സമീരൻ എന്നാൽ കാറ്റ്. വായുവിൻ്റെ രൂപത്തിൽ ഉച്ഛ്വാസവായുവായിട്ട് ഈ പ്രപഞ്ചത്തെയും നിലനിർത്തുന്ന, ഒപ്പം ഓരോ ജീവനിലും ഓരോ ശരീരത്തിലും അവരുടെ നിശ്വാസവായുവായി, പ്രാണവായുവായി അവരെ നിലനിർത്തുന്നതും ആരാണ്? ഭഗവാനാണ്. അങ്ങനെ ജീവവായുവായിട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സമീരണഃ. 224 നാമം. സഹസ്രമൂർധ. ഭഗവാൻ വിരാട് രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ വിരാജിക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഭഗവാനെ വർണ്ണിക്കുന്നത് 1000 ശിരസുകൾ ഉള്ളവൻ എന്നാണ്, 1000 കാലുകൾ ഉള്ളവൻ എന്നൊക്കെയാണ്. അതിനർത്ഥം അനേകം എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. സഹസ്രമൂർധ, 1000 അല്ലെങ്കിൽ അനേകം മൂർധാവുകൾ, ശിരസ്സുകൾ ഉള്ളവൻ എന്ന അർത്ഥം. 225 നാമം. വിശ്വാത്മാ. ജഡമായിരിക്കുന്ന ഈ വിശ്വത്തിന് അവരുടെ ഉള്ളിലെ അന്തര്യാമിയായിട്ട് അവർക്ക് ഊർജത്തെ കൊടുക്കുന്ന, അവരെ ജീവിപ്പിക്കുന്ന, ചൈതന്യത്തെ കൊടുക്കുന്ന ആത്മാവായിട്ടിരിക്കുന്നവൻ വിശ്വാത്മാ. 226 നാമം. സഹസ്രാക്ഷഃ. ഇതും ആ വിരാട് സ്വരൂപ വർണ്ണനയിൽ ഉള്ളതാണ്, വിശ്വരൂപ വർണ്ണനയിൽ ഉള്ളതാണ്. അനേകം, 1000 അഥവാ അനേകം കണ്ണുകളുള്ളവൻ സഹസ്രാക്ഷ. 227 നാമം. സഹസ്രപാദ്. 1000 അഥവാ അനേകം പാദങ്ങളുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇവിടെ കാണുന്നതൊക്കെ ഭഗവാനാണ്. ഭഗവാൻ അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. നമ്മൾ പല മനുഷ്യരായിട്ട് കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അനേകം എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഒരു ഭക്തിയുടെ തലത്തിലേക്ക് നാം ഉയരണം എന്ന് മാത്രം. അതാണ് സത്യം. പക്ഷേ ആ സത്യത്തെ അറിയാൻ നമ്മൾ മനസ്സുകൊണ്ട് പാകപ്പെടണം. ഹരി ഓം.